ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ട് ഒരു ജർദോസി ലീഫാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ഞാനും ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ചെയ്യുന്നത്. ഇതുവരെ അതിൻ്റെ ഒരു ഓർഡേഴ്സ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനും അത് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഒരുമിച്ചൊന്ന് പഠിച്ചാലോ. ഇതാണ് കേട്ടോ ജർദോസി എന്ന് പറയുന്ന സാധനം. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു സാധനം നമ്മൾ ഷോപ്പുകളിൽ വാങ്ങുമ്പോൾ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. ഈ ഒരു ഒറ്റ ഒന്നിന് തന്നെ നല്ല റേറ്റ് വരുന്നുണ്ട്. പിന്നെ ഞാനത് ഹോൾസെയിലിന് തൂക്കി വാങ്ങിക്കാട്ട് ചെയ്തിട്ടുള്ളത്. അത് ഇതുപോലെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള വലുപ്പം നോക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിനും നമ്മൾ നീഡിൽ നമ്പർ 10 12 ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ സാധാരണ ത്രെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് വെച്ചിട്ട് ലീഫ് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയാലോ. നമ്മൾ ഒരേ ഷേപ്പിലാണ് കേട്ടോ ഓരോന്ന് കട്ട് ചെയ്തിട്ടുള്ളത്. രണ്ട് ഷേപ്പിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ലീഫ് ചെയ്യുമ്പോൾ ഓരോന്ന് ഓരോ ഷേപ്പിലാണ് ചെയ്യുന്നത്. ലീഫുകൾ തന്നെ പല വിധത്തിലുണ്ടല്ലേ. ഇനിയിപ്പോൾ ത്രെഡിലാണെങ്കിലും കട്ട് ബീഡ്സിലാണെങ്കിലും ഒക്കെ പല വിധത്തിൽ നമുക്ക് ലീഫുകൾ ചെയ്യാവുന്നതാണ്. നമുക്ക് ഏതാണോ സിമ്പിൾ അത് ആ രീതിയിൽ ചെയ്യാം കേട്ടോ. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്ന ലീഫ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. ഇത് ഞാനൊരു ഏകദേശം അളവിലാണ് ഓരോന്ന് കട്ട് ചെയ്തിട്ടുള്ളത്. അതിലേറ്റവും വലുത് നോക്കിയിട്ടാണ് ഞാൻ ഫസ്റ്റത്തെ പോർഷനിൽ എടുക്കുന്നത് കേട്ടോ. ഇതുപോലെ മുകളിൽ നിന്ന് ഫസ്റ്റ് തുടങ്ങിയത് ആ ഭാഗത്ത് വലുതാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ എവിടെ നിന്നാണോ അത് എടുത്തിട്ടുള്ളത് ആ മുകളിലത്തെ ഭാഗത്ത് താഴത്തോട്ടാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഒരു താഴത്ത് ഭാഗത്തു നിന്നാണ് അടുത്ത കട്ടിങ് എടുക്കേണ്ടത്. അതിലേക്ക് ഉള്ളിലേക്ക് കയറ്റിയിടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മളത് ഒരൊറ്റ കൈ കൊണ്ടാണല്ലോ ചെയ്യുന്നത്. നമുക്ക് രണ്ട് കൈ യൂസ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് വേഗം അതിൻ്റെ ഉള്ളിൽ ഇട്ടാൽ മതി. അങ്ങനെ ഇതുപോലെ ഈ ഫസ്റ്റ് സൈഡിൽ നമ്മളിതുപോലെ ഇങ്ങനെ നമ്മൾ ഇട്ടതിൻ്റെ താഴെ ഭാഗത്തു നിന്നാണ് തുടങ്ങിയിട്ടുള്ളത്. അതേ സൈഡിൽ നിന്ന് തന്നെ ഇപ്പുറത്തെ ഭാഗത്തുനിന്നും അതേമാതിരി തുടങ്ങിയിട്ട് ആ എൻഡ് ചെയ്യണം അവിടെ ഒരുമിച്ചായിട്ട് കൂട്ടി യോജിപ്പിക്കുക കേട്ടോ. നൂല് വലിക്കുമ്പോൾ ഇതുപോലെ കെട്ടുടങ്ങാനൊക്കെ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ പതുക്കെ വേണം വലിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെയ്ത ആ ഒരു പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുക. നമ്മൾ ഇത് ആദ്യം എടുത്തിൻ്റെ കുറച്ച് താഴ്ഭാഗത്തു നിന്ന് ഒന്ന് എടുക്കുക. പിന്നെ ആ എടുത്തിൻ്റെ രണ്ടാമത്തിൻ്റെ താഴ്ഭാഗത്തു നിന്ന് വേണം അടുത്തത് എടുക്കാൻ. അതൊക്കെ എൻഡ് ചെയ്യണത് ഒരൊറ്റ നടുവിലെ പോർഷനിൽ മാത്രമാണ് കേട്ടോ. എന്നാലും നമുക്ക് ആ ലീഫിൻ്റെ ഷേപ്പ് കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ ഒരു സൈഡ് ചെയ്യുമ്പോൾ ആ സൈഡ് തന്നെ നമ്മൾ അടുത്ത ഭാഗം അത് ഒരൊറ്റ സൈഡ് ഇങ്ങനെ ചെയ്തു പോകാൻ പറ്റില്ല. പിന്നെ നമ്മൾ ആ ഒരു സൈഡ് ചെയ്തതിൻ്റെ അപ്പുറത്തെ സൈഡ് തന്നെ വീണ്ടും ചെയ്യുക. അങ്ങനെ ഓരോന്ന് ഇതേപോലെ റിപ്പീറ്റ് ചെയ്യുക കേട്ടോ. അത് നമ്മൾ ഇത്രണ്ണം ചെയ്യണം എന്നൊന്നുമില്ല. നമുക്കൊരു ലീഫിൻ്റെ ഷേപ്പ് വരുന്നത് തോന്നുന്നത് അവിടെ നമുക്ക് മെൻഡ് ചെയ്യുക കേട്ടോ. ലാസ്റ്റ് വരുന്ന ഭാഗത്ത് ചിലവർ ഇതുപോലെ ചെറിയ ലീഫുമാരി ചെയ്തുകൊണ്ട് എൻഡ് ചെയ്യിപ്പിക്കും. ചെറുത് കുറച്ചും കൂടെ താഴത്തോട്ട് എടുത്തിട്ട് കുറച്ചും കൂടി വലിയ ലീഫാക്കി ചെയ്യും. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്ന രണ്ട് രീതിയിലും കാണിക്കുന്നുണ്ട്. ഞാനിതെൻ്റെ ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്നതാണ് കേട്ടോ. ഞാനിതേപോലെ മോഡൽസൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ ഓർഡേഴ്സൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പഠിക്കാനൊരു ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതുവരെ ഓർഡേഴ്സ് കിട്ടുമ്പോഴല്ല നമ്മളതിനെക്കുറിച്ച് നോക്കുന്നത്. അപ്പോൾ ഞാനും തന്നെ ഇത് ചെയ്ത് നോക്കണം എന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ അതിനുള്ളൊരു ടൈം സാഹചര്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഇതെല്ലാം ഒത്തു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പഠിക്കലും ആയി, എന്നാൽ കസ്റ്റമറിന് ചെയ്ത് കൊടുക്കലും ആയി എന്ന് വിചാരിച്ചിട്ട് ആദ്യം ഞാൻ റഫായിട്ട് വേറെ ക്ലോത്തിലൊക്കെ ചെയ്ത് പരീക്ഷിച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ ഞാൻ കസ്റ്റമറുടെ ക്ലോത്തിൽ ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഈ കെട്ട് കൊടുങ്ങുന്നത് കുറേ എനിക്ക് പണി കിട്ടിയിട്ടോ. കാരണം നമ്മൾ വലിക്കുമ്പോൾ, കാരണം ചെറിയ ഒരു ഇതല്ലേ അതിൻ്റെ ഉള്ളിലൂടെ വലിക്കുമ്പോൾ നന്നായിട്ട് കെട്ട് കൊടുങ്ങാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ ഇതുവരെ എട്ടിൻ്റെ പണി കിട്ടിയിട്ടില്ല. കാരണം അതൊക്കെ ആ ഊരാകുടുക്കൊക്കെ അയക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ തന്നെ ആയിരുന്നു കേട്ടോ കുടുങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം വന്നില്ല. എന്തായാലും നമ്മൾ ഒരു ലീഫ് കൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ലീഫ് നമ്മൾ ഇതേപോലെ സെയിം പ്രൊസീജിയർ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ആദ്യം ചെയ്തത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കണ്ടു നോക്കണേ. നമ്മൾ സിമ്പിളായിട്ടുള്ളതാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ വേറെ രീതിയിലൊക്കെ നമുക്ക് ലീഫ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ ഒരു ജർദോസി വെച്ചിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. ഞാൻ ഇന്നിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഈ ഒരു ടൈപ്പാണ് കേട്ടോ. ഇത് 2-3 വിധത്തിൽ നമുക്ക് ചെയ്യാം. ഞാൻ അതെല്ലാം ഞങ്ങൾക്ക് വീഡിയോ ആയിട്ട് ഇടുന്നതാണ്. ഞാനെല്ലാം പഠിച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും. അപ്പോൾ നമുക്കിതൊന്ന് നോക്കി നോക്കാം.
അങ്ങനെ നമ്മൾ 2 ലീഫും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ കസ്റ്റമർക്കാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു 3 ലീഫ് ചെയ്യാനുള്ളൊരു ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊന്നും കൂടെ ഒന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങനെ എടുത്തുന്നാകുമ്പോൾ അതിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടുന്നുണ്ടാവില്ല. എന്തായാലും നിങ്ങളൊന്നും കൂടി ഒന്ന് കണ്ടു നോക്കണേ. ഈ ഒരു ജർദോസിന് പല കളറിൽ വരുന്നുണ്ട് കേട്ടോ. ഞാൻ ആൻറ്റിക്കാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. കസ്റ്റമറുടെ ആവശ്യത്തിന് പ്രകാരമാണ് കേട്ടോ ഞാൻ ഈ ഒരു കളർ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ലീഫ് കൂടി ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള എംബ്രോയ്ഡറിയും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ നമുക്ക് എയർലൈൻ കുർത്തിയൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് അതുപോലെ അതിലൊക്കെ ഇതുപോലെ വർക്കുകൾ ചെയ്ത് തരുന്നതാണ് കേട്ടോ. അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നിങ്ങൾക്ക് എല്ലാം ചെയ്ത് തരുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വളരെ വലുതാണ് കേട്ടോ. അപ്പോൾ ഇനിയും അങ്ങോട്ടും എൻ്റെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് ഇതുപോലെ വാട്സപ്പിലൊരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് DM ചെയ്യണേ. എന്നിട്ട് ഇതുപോലെ നമ്മൾ കസ്റ്റമൈസിങ് മാത്രമല്ല റെഡി സ്റ്റോക്ക് ഐറ്റംസ് എല്ലാം നമ്മളെ കയ്യിലുണ്ട്. നമ്മുടെ പേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അതിലെല്ലാം അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ മോഡലുകളും അയച്ചു തന്നാൽ നമ്മളിതുപോലെ കസ്റ്റമൈസ് ചെയ്ത് തരുന്നതാണ്. വർക്കുകളൊക്കെ ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല അല്ലേ. അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഹാൻഡ് വർക്ക് എന്ന് പറയുമ്പോൾ തന്നെ റേറ്റ് ഉണ്ടാകുമ്പോഴാണ് എല്ലാവർക്കും ഒരു ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് നമ്മൾ ഓരോ വർക്കുകളും ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഈ യൂസ്ഫുൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അത് കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാനും മറക്കല്ലേ. നിങ്ങളുടെ ഫ്രണ്ട്സിനാർക്കെങ്കിലും ഈ വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അവരും കൂടി കണ്ടു ഒന്ന് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്നേ. പിന്നെ നമ്മുടെ ചാനൽ അവരോടും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാനും പറയണേ. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മാത്രം പോരട്ടോ, നമ്മളിടുന്ന ഓരോ വീഡിയോസും വാച്ച് ചെയ്യണേ. സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യണം. നമുക്ക് ഓരോ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസും അതുപോലെ നമ്മുടെ കയ്യിലുള്ള റെഡി സ്റ്റോക്ക് ഐറ്റംസും പിന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ഓരോ കസ്റ്റമൈസ്ഡ് ഡ്രസ്സുകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് നമുക്ക് ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഹരം തന്നെയല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നമ്മുടെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നതായിരിക്കും. പിന്നെ അത് മാത്രമല്ല നമ്മുടെ ചെറിയൊരു കുക്കിംഗ് വീഡിയോയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഐറ്റംസും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കണേ. നിങ്ങൾക്ക് എന്തായാലും ബോറടിക്കില്ല. എന്നാൽ പിന്നെ എങ്ങനെയാ, സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ടും ചെയ്ത് കൂടെ അല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.